Hi friends, welcome to Vaab creation. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ബോട്ടിൽ ആർട്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഫോട്ടോ എങ്ങനെ കുപ്പിമേൽ ഒട്ടിക്കാം എന്നുള്ളതാണ് നമുക്ക് ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ആക്കി വെക്കുക. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കുപ്പിയിൽ എങ്ങനെ വൈറ്റ് പെയിൻറ് അടിക്കാൻ നോക്കാം. വൈറ്റ് പെയിൻ്റാണ് നമ്മളിതിന് ബേസ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളതിനായിട്ട് വൈറ്റ് ഫാബ്രിക് പെയിൻറ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ബ്രഷ് വെച്ചിട്ടല്ല നമ്മൾ അടിക്കുന്നത്, ഇതുപോലെ ഒരു സ്പോഞ്ച് വെച്ചിട്ടാണ് നമ്മൾ അടിക്കുക. കുപ്പിയിൽ എപ്പോഴും നമ്മളിങ്ങനെ സ്പോഞ്ച് വെച്ചിട്ട് വേണം കേട്ടോ പെയിൻറ് ചെയ്യാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ ബ്രഷ് വെച്ചിട്ട് ചെയ്യുമ്പോൾ അത് ഫിനിഷിങ് നിൽക്കില്ല. ശരിക്കും ആ ബ്രഷിൻ്റെ ഒരു ലൈൻസും കാര്യങ്ങളൊക്കെ നിൽക്കും. ഇങ്ങനെ സ്പോഞ്ച് വെച്ചിട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് നല്ല ഫിനിഷിങ്ങിലും നല്ലൊരു മാറ്റി ലുക്കായിട്ട് നല്ല രസമായിട്ട് നമുക്ക് നിൽക്കും. അത് സ്പ്രേ പെയിൻറ്റ് വെക്കുകയാണെങ്കിൽ കൂടി ഇത്ര മാറ്റ് ഫിനിഷിൽ കിട്ടില്ല. നമുക്കതൊരു നല്ലൊരു ഗ്ലോസി എഫക്റ്റ് ആയിരിക്കും സ്പ്രേ പെയിൻറ്റിനും കിട്ടുന്നത്. അതിനേക്കാളും കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യണത് നമ്മൾ ഈ സ്പോഞ്ച് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഫാബ്രിക് പെയിൻറ്റ് മുഴുവനായിട്ടും ആ ബോട്ടിലിൽ അടിച്ചു കൊടുക്കുക. 2 കൂട്ട് ചെയ്യണം. ആദ്യത്തെ ഒരു കൂട്ട് കഴിഞ്ഞിട്ട് ഉണങ്ങിയതിന് ശേഷം വീണ്ടും ഒരു കൂട്ടും കൂടി ചെയ്യണം. അപ്പോഴാണ് ശരിക്കും നമ്മുടെ ആ ഒരു വൈറ്റ് കളറ് നല്ല രസമായിട്ട് വരുള്ളൂ. ആദ്യത്തെ കൂട്ട് ചെയ്യുമ്പോൾ അത് കുറച്ച് ഡിമ്മായിട്ടാണ് നിൽക്കുക. ശരിക്കും ആ ഗ്ലാസിൻ്റെ ഒരു ഫിനിഷായിട്ട് ഒരു ഗ്ലാസ് ഷെയ്ഡ് കാണിക്കുകയും ചെയ്യും. അപ്പോൾ സെക്കൻഡ് കൂട്ട് അടിക്കുമ്പോഴാണ് നല്ല ഫിനിഷിങ്ങിലായിട്ട് നല്ല രസമായിട്ട് നിൽക്കുക. അപ്പോൾ ഞാനിവിടെ ഉണങ്ങിയതിന് ശേഷം 2 കൂട്ട് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുപ്പിയുടെ മൂടി നല്ല ഭംഗിയുള്ളത് കൊണ്ട് ഞാൻ ഈ പ്രാവശ്യം അതിൻ്റെ ക്യാപ്പ് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പെയിൻ്റൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു മാതാവിൻ്റെ പടമാണ് നിങ്ങൾക്ക് ഒട്ടിച്ച് കാണിച്ചു തരുന്നത്. ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ തന്നെ പ്രിൻ്റ് എടുത്തിട്ടുള്ള ഒരു മാതാവിൻ്റെ പടമാണിത്. അപ്പോൾ നമുക്ക് മാഗസിനിൽ നിന്നൊക്കെ കിട്ടുന്ന ഏതെങ്കിലും ഒരു പിക്ചറോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഫോട്ടോസും നമുക്ക് ഇങ്ങനെ ചെയ്യാം. നമ്മളിത് A4 ഷീറ്റിൻ്റെ വലുപ്പമായതുകൊണ്ട് നമ്മുടെ കുപ്പിയുടെ അളവ് വെച്ചിട്ട് പകുതി ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരു പാട്ട് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ഇത്രയ്ക്കും പൊസിഷൻ നമ്മളതിൻ്റെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഒരു ഭാഗമാണ് നമ്മൾ വെക്കാനും കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ മാതാവിൻ്റെ ഫേസ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ടല്ലോ, നമ്മളൊരു ടിഷ്യൂ വെച്ചിട്ട് ഒരു ബോട്ടിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എഗ്ഷെല്ലിൻ്റെ. അപ്പോൾ അതിനുപയോഗിച്ചിരിക്കുന്ന ഡോക്യുപേജ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഗമ്മുണ്ടല്ലോ, അത് തന്നെയാണ് ഇതിനും ഉപയോഗിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഏറ്റവും ആദ്യം ബേസ് കോട്ട് കൊടുക്കുന്നത്. നമുക്ക് ഡോക്യുപേജ് ചെയ്ത മാതിരി അതേ സെയിം മെത്തേഡ് വെച്ചിട്ട് തന്നെയാണ് ഇതും ചെയ്യണത്. ആദ്യം നമ്മൾ ഗം അപ്ലൈ ചെയ്ത് കൊടുത്തു, അതിനുശേഷം ഫോട്ടോ വെച്ചു, എന്നിട്ട് അതിൻ്റെ മുകളിലും നമ്മൾ ഈ ഗം തന്നെ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് മുകളിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം. അടിയിൽ നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഫോട്ടോ വെച്ചിട്ട് പതുക്കെ തന്നെ ചുളിയാത്ത രീതിയിൽ ഈ ഡോക്യുപേജിൻ്റെ ഗമ്മ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഡോക്യുപേജ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്ന മോഡ്പോഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗമ്മായിരുന്നു. അപ്പോൾ അതില്ലെങ്കിൽ നമുക്ക് ഫെവിക്കോളിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് അതായാലും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് നമ്മൾ അത് എടുത്തു എന്നുള്ളോ, ഇല്ലെന്നുണ്ടെങ്കിൽ ഫെവിക്കോൾ കുറച്ച് വെള്ളം മിക്സ് ചെയ്ത് അതായാലും ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം പതുക്കേനെ വേണം നമുക്കത് ചെയ്യാനായിട്ട്. പശ തയ്ക്കുമ്പോൾ ഈ പേപ്പർ ചുളിയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ചുളിയാത്ത രീതിയിൽ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് തേച്ച് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അതെല്ലാതും ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫോട്ടോ ചെറുതായിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ബോട്ടിൽ ആർട്ട് ചെയ്തിരുന്ന ഹാഫ് പേൾ ഉണ്ടല്ലോ, അത് തന്നെയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഗമ്മുണ്ട്. ആ ഗമ്മ് വെച്ചിട്ട് നമുക്ക് ആ മാതാവിൻ്റെ ഹെയറിൻ്റെ പോർഷനിലൊക്കെ ആയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനത്തെ ഡെക്കറേഷൻസൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. വേറെ എന്താ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ടൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാം.
നമ്മൾ പേളൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. മാതാവിൻ്റെ ഫോട്ടോൻ്റെ ചുറ്റിനാണ് ഞാൻ ഈ പേള് ഒട്ടിച്ചിട്ടുള്ളത്. ഇനി അതിൻ്റെ ചുറ്റിനും ആ ഒരു വൈറ്റ് ഷെയ്ഡിൻ്റെ അവിടെ ചെറിയൊരു ബേസ് കൊടുക്കാം. അതൊരു ബ്ലൂ കളറാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലൂ കളർ ഒരു തുള്ളി ഇട്ടിട്ട് അതിൻ്റെ കൂടെ വൈറ്റ് കൂടി മിക്സ് ചെയ്യും. അതിനുശേഷം അതൊന്ന് ലൈറ്റ് ആക്കിയതിന് ശേഷമാണ് നമ്മളത് കൊടുക്കുന്നത്. നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഇതും നമ്മൾ ചെയ്യണത് സ്പോഞ്ച് വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് സ്പോഞ്ച് വെച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് ഇങ്ങനെ സ്പഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇതിൻ്റെ ക്യാപ്പ് നമ്മൾ ഭംഗിയുള്ളതുകൊണ്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ മേൾവശം ഒരു ക്രൗണ്ട് ഒരു എഫക്റ്റിന് വേണ്ടിയിട്ട് നമ്മളൊരു ഗോൾഡൻ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ഇതാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത് അവിടെ. അപ്പോൾ അതും നമ്മൾ കഴിഞ്ഞത് ചെയ്തിട്ടുള്ള സ്റ്റോൺ തന്നെയാണ്. അപ്പോൾ അത് 2 പീസാക്കിയിട്ട് ആ സെയിം മെത്തേഡ് വെച്ചിട്ട് തന്നെയാണ് ഇതിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫെവിക്കോൾ വെച്ചിട്ട് നമുക്കതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. കുറച്ച് ടൈം പിടിച്ചിട്ട് വേണം അത് ഒട്ടിക്കാനായിട്ട്. അത് നമ്മൾ വിചാരിച്ച മാതിരി അത്ര പെട്ടെന്ന് ഒട്ടില്ല. കുറച്ച് നേരം പിടിച്ചിട്ട് വേണം അത് ഒട്ടിക്കാനായിട്ട്. അതിനുശേഷം നമ്മുടെ സ്റ്റോൺ ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ സൈസൊക്കെ കറക്റ്റാക്കുക. അതിനുശേഷം കുറച്ച് നേരം പ്രസ് ചെയ്ത് പിടിക്കണം കേട്ടോ. എന്നാൽ തന്നെയാണ് അത് ഒട്ടി കിട്ടുള്ളൂ. അതേ നമ്മൾ ആദ്യത്തെ ലൈൻ ഒട്ടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് രണ്ടാമത്തതും കൂടി അങ്ങനെ ഒട്ടിച്ചെടുക്കാം. അതേ നമ്മുടെ സ്റ്റോണൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ആക്കി വയ്ക്കുക.